അങ്കണവാടി ബിരിയാണി വിവാദം. 8 രൂപ കൊണ്ട് ബിരിയാണി കൊടുക്കാൻ പറ്റില്ലെന്ന് ബിന്ദു കൃഷ്ണ. പിന്നെ എങ്ങനെ നടപ്പാക്കി? കേരളത്തിലെ അങ്കണവാടികളിലെ കുട്ടികൾക്ക് ബിരിയാണി നൽകുന്ന പദ്ധതിയെച്ചൊല്ലി രാഷ്ട്രീയ വിവാദം ശക്തമാവുകയാണ്. ഒരു കുട്ടിക്ക് അനുവദിച്ചിരുന്ന ഏകദേശം 8 രൂപ കൊണ്ട് ബിരിയാണി നൽകുന്നത് പ്രായോഗികമല്ല എന്ന നിലപാടാണ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉയർത്തിയതെന്നാണ് വിവിധ രാഷ്ട്രീയ ചർച്ചകളിൽ ഉന്നയിക്കപ്പെടുന്നത്. എന്നാൽ ഇതിന് മറുപടിയായി LDF അനുകൂല വൃത്തങ്ങൾ ചോദിക്കുന്നത് മറ്റൊന്നാണ്. അങ്കണവാടി മെനുവിൽ മുട്ട ബിരിയാണി ഉൾപ്പെടുത്തിയത് മുൻ LDF സർക്കാരിൻ്റെ കാലത്തല്ലേ? അപ്പോൾ അത് എങ്ങനെ സാധ്യമായി എന്നതാണ് അവരുടെ ചോദ്യം. 2025 ഒരു കുഞ്ഞിൻ്റെ വൈറൽ അഭ്യർത്ഥനയെ തുടർന്ന് സംസ്ഥാന സർക്കാർ അങ്കണവാടി മെനു പുതുക്കി. മുട്ട ബിരിയാണി, പുലാവ്, ന്യൂട്രി ലഡു തുടങ്ങിയ വിഭവങ്ങൾ പുതിയ മെനുവിൽ ഉൾപ്പെടുത്തി. സർക്കാരിൻ്റെ വിശദീകരണം പ്രകാരം ഇത് വെറും ബിരിയാണി പദ്ധതി മാത്രമല്ല, പോഷകാഹാര മൂല്യം വർദ്ധിപ്പിക്കുന്ന സമഗ്ര ഭക്ഷണ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. സർക്കാർ അന്നെടുത്ത നിലപാട് അധിക ധനസഹായം, കേന്ദ്രീകൃത മെനു, ഭക്ഷണ ഘടകങ്ങളുടെ പുനഃക്രമീകരണം എന്നിവയിലൂടെ ചെലവ് നിയന്ത്രിച്ചുകൊണ്ട് പോഷകാഹാര നിലവാരം ഉയർത്താനാകുമെന്നതായിരുന്നു. മുട്ടയും പാലും ഉൾപ്പെടെയുള്ള പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കൂടുതൽ ദിവസങ്ങളിൽ നൽകാനും തീരുമാനിച്ചിരുന്നു. ഇതിനാൽ രാഷ്ട്രീയമായി ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: 8 രൂപ കൊണ്ട് ബിരിയാണി അസാധ്യമാണെങ്കിൽ മുൻ സർക്കാർ അത് എങ്ങനെ നടപ്പാക്കി? അധിക ഫണ്ട് കണ്ടെത്തിയോ? അതോ ഭക്ഷണക്രമം പുനഃസംഘടിപ്പിച്ചോ? ഇത് ഇപ്പോൾ UDFും LDFും തമ്മിലുള്ള പുതിയ രാഷ്ട്രീയ വാദപ്രതിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഒരു പക്ഷം സാമ്പത്തിക യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ മറുപക്ഷം മുൻകാല നടപ്പാക്കൽ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പ്രതിരോധിക്കുന്നു.